കേരളത്തിലെ കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1822 തിരുവിതാംകൂറിൻ്റെ റീഞ്ചന്റ് റാണി ഏല വിളംബരത്തിന് ഇന്നിപ്പോൾ 202 വർഷങ്ങളായി. അപ്പോൾ 202 വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലെ മലനിരകളിലേക്ക് ലോ റേഞ്ചിൽ നിന്ന് ആളുകളെ കാർഷിക ആവശ്യങ്ങൾക്കായി എത്തിക്കുന്നതിനും അതിന് വഴികൾ നിർമ്മിക്കുന്നതിനും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ തഹസീൽദാർമാരെ ഉപയോഗിച്ച് ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്നതിനുമുള്ള സംവിധാനമുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ പട്ടം താണുപിള്ളയുടെയൊക്കെ ഭരണകാലത്ത് തിരുക്കൊച്ചിയിൽ നെടുങ്കണ്ടത്തക്ക പട്ടം കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് താഴെ നിന്നുള്ള ആളുകളെ ഭക്ഷ്യാവശ്യത്തിനും വാണിജ്യ നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിനുമായി മലകളിലേക്ക് കയറി താമസിക്കുന്നതിന് സർക്കാരുകളാണ് പ്രോത്സാഹിപ്പിച്ചത്. മലയോര ജനതയ്ക്ക് പട്ടയം ഒരു കിട്ടാക്കനിയാവുന്നതിൻ്റെ കാരണം 1964 ഭൂനിയമവും അതിൻ്റെ ചട്ടം 7 പിന്നീട് 72ലെയും 73ലെയും വന്യജീവി സംരക്ഷണ നിയമങ്ങളും കഴിഞ്ഞ 3 തലമുറയിലേറെയായി ഇടുക്കിയിലും വയനാടും ഉൾപ്പെടെയുള്ള പത്തനംതിട്ടയിലുമൊക്കെ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ കൈവശ ഭൂമിയുടെ അവകാശം, അവരുടെ പട്ടയം, ഇതൊക്കെ ഇന്നലെ വരെ അവരുടെ വലിയ വിഷയങ്ങളായിരുന്നെങ്കിൽ പണ്ട് ഇതിലും കാടുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പടപുരുതിയാണ് ഇന്നീ കാണുന്ന മലയോര നഗരങ്ങളും ജനവാസ മേഖലകളുമൊക്കെ പടുത്തുയർത്തിയത്. ആ പടുത്തുയർത്തിയ ജനതയ്ക്ക് ഇന്ന് സ്വന്തം നാട് അന്യമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. എറണാകുളം ജില്ലയിലെ ലോ റേഞ്ചിൽ നിന്ന് വരുന്ന കോതമംഗലത്തെ കാഞ്ഞിരംവേലിയിൽ വീട്ടമ്മയെ ആന ചവിട്ടിക്കൊല്ലുന്നു. തൊട്ടടുത്ത് തന്നെ എൽദോസ് എന്നൊരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഡിസംബർ 20 കാട്ടാനയുടെ ആക്രമണത്തിൽ, കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഈ കഴിഞ്ഞ ദിവസം വയനാടിൽ ഒരു സ്ത്രീയെ, ഈ വർഷം 8ഓളം കടുവേനെ ആക്രമണത്തിൽ 8ഓളം പേർക്കാണ് പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആനകളുടെ എണ്ണം 100 കണക്കിനാണ്. നിരവധി ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥകളില്ല. കടുവ ശരിക്കും പറഞ്ഞാൽ ഗ്യാങ്സ്റ്റർ അല്ല, പുലിയെ പോലെ മോൺസ്റ്ററാണ്. അത് ഒരു പ്രത്യേക സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതിൻ്റെ അണയുമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അത് നാട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അപകടം ആലോചിച്ച് നോക്കി. ഇപ്പോൾ വയനാട്ടിൽ കടുവ നാട്ടിലിറങ്ങുക എന്നുള്ള സ്ഥിരം വാർത്തയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സർക്കാരുകൾ എന്താണ് ഈ ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? എന്ത് പറഞ്ഞാലും കേന്ദ്ര നിയമത്തെ കുറ്റം പറയും. ഈ കേന്ദ്ര നിയമത്തെ കുറ്റം പറയുന്നവരാണ് ഈ മോട്ടോർ വാഹന നിയമം. നമ്മുടെ കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. കേരളത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ 4ാമതൊരാൾ പോയാൽ വെഹിക്കിൾ അല്ലെങ്കിൽ പോലീസ് ചാർജ് ചെയ്യും. കർണാടകത്തിലേക്ക് എന്ന 12 പേരെ ഒരു ആപ്പിൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. തമിഴ്നാട് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ട്രാക്ടറിൻ്റെ പിന്നിലെ ട്രെയിലറിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഡൽഹി പോലുള്ള തലസ്ഥാന നഗരത്തിൽ ബൈക്ക് രൂപപ്പെടുത്തി റിക്ഷയുമായൊക്കെ ബന്ധപ്പെടുത്തിയ വാഹനങ്ങളുണ്ട്. ഇതൊക്കെ ഏത് ട്രാൻസ്പോർട്ട് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇവിടെ നമ്മൾ നിയമമല്ല, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നു, അവിടെയാണ്. ഇപ്പോൾ നരഭോജിയായ കടുവയെ വെടിവെക്കാൻ പെർമിഷൻ കൊടുക്കും. കടുവ നരഭോജിയാവണമെങ്കിൽ മനുഷ്യനെ പിടിക്കണം. നമ്മൾ ആദ്യം മനുഷ്യന് പ്രയോറിറ്റി നൽകണം. ഈ വനങ്ങളിലെ വന്യജീവികളെ പെറ്റുപെരുകി അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങണം, ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ. ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു പരിധി കഴിഞ്ഞ് ജീവികളുടെ എണ്ണം വർദ്ധിക്കപ്പെടുമ്പോൾ ലിമിറ്റഡായ ഹണ്ടിങ് നയാട്ട് പ്രോത്സാഹിപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ ആനകളുണ്ടെങ്കിൽ ആനകളില്ലാത്ത സ്ഥലത്തേക്ക് അതിനെ മാറ്റാനുള്ളൊരു പരിപാടി നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ജനസംഖ്യ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ നോക്കാം. കടുവയുടെ ആയാലും ഏത് ജീവിയുടെ ഇതും മണ്ണ് ഇവർക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യർ കൃഷിയെടുത്ത് നമ്മൾ വർഷങ്ങളായി ജീവിക്കുന്ന പ്രദേശത്ത് തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതെ വരുമ്പോൾ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഈ വിദേശ ഫണ്ടിങ്ങും കേന്ദ്ര സഹായവും ഒക്കെ വനം ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ മനുഷ്യനുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിവ് വേണം. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ ജനകീയ കൂട്ടായ്മകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നു വരേണ്ട ആവശ്യമുണ്ട്. വനം വന്യജീവികൾക്കും നാടും മനുഷ്യർക്കും ഉള്ളതാണ്. കേരളം പോലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ഇത് കേരളത്തിൽ നിന്നുള്ള MP-മാർ ലോകസഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തമായി ഉന്നയിക്കുകയും അവിടുന്ന് അനുകൂലമായി തീരുമാനങ്ങൾ വാങ്ങി അതിനുവേണ്ടിയാണ് ജനപ്രതിനിധികളെ നമ്മൾ ജയിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ പ്രാവശ്യം വനങ്ങളും വന്യജീവികളുമായി ബന്ധപ്പെട്ട സംഘർഷം ലഘൂകരിക്കുന്ന 48,000 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ അതിൻ്റെ 60% ചിലവാക്കിയിട്ടുള്ളൂ.
ഫെൻസിങ്ങുകളും ട്രെഞ്ചുകളും സ്ഥാപിച്ച ആന വരാതിരിക്കാം. പക്ഷെ കടുവേനെയോ പുലിയേനോ ഇതൊന്നും തടയാൻ കഴിയില്ല. ഇവിടെ പ്രാവർത്തികമായ ഒരു പുതിയ നിർദ്ദേശമാണ്. എല്ലാവർക്കും പരിസ്ഥിതി ഇഷ്ടമാണ്, മൃഗസ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് ഈ സ്നേഹം നിലനിർത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു കരുതലും ജാഗ്രതയും വേണം.